നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആസാം ഒഴികെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും BJP കടന്നു കയറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും തമിഴ്നാട് ആയിക്കോട്ടെ, കേരളം ആയിക്കോട്ടെ, പശ്ചിമ ബംഗാൾ ആയിക്കോട്ടെ, പുതുച്ചേരി ആയിക്കോട്ടെ, BJPക്ക് തൊടാൻ പോലും കഴിയുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പശ്ചിമ ബംഗാളിൽ BJPയുടെ ആധിപത്യം ഒരു പരിധിവരെ വർദ്ധിപ്പിക്കുന്ന സാഹചര്യം 2019 തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് കൂപ്പുകുത്തി 2024 ആയപ്പോൾ വീണ്ടും തകർന്നടിയുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതോടെ സമനില തെറ്റിയ BJPയുടെ സംസ്ഥാനത്തെ നേതാവായ സുവേന്ദു അധികാരിയും ദിലീപ് ഘോഷുമൊക്കെ മറ്റ് പല രീതിയിലുള്ള തരികിട വഴികളാണ് ആലോചിക്കുന്നത്. അതിലൊന്ന് എന്ന് പറയുന്നതാണ് ബീഹാർ മോഡൽ പോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സഹായത്തോടെ വലിയ തോതിൽ വോട്ടർ പട്ടികയിൽ തിരുത്തു വരുത്തി പോളിംഗ് ബൂത്തിൽ അട്ടിമറി ഉൾപ്പെടെ നടത്താം എന്നുള്ള ആലോചന. അത് കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുന്ന മറ്റൊരു നേതാവാണ് ഹിമന്ത ബിശ്വ ശർമ്മ. ഹിമന്ത ബിശ്വ ശർമ്മ പറയുന്നത് അവിടുത്തെ, അതായത് അസാമിലെ വോട്ടർമാരിൽ 20 ലക്ഷത്തോളം പേർ വ്യാജ വോട്ടർമാരാണെന്നും അവരുടെ കയ്യിലിരിക്കുന്നത് വ്യാജ വോട്ടർ ID കാർഡാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായി പുനഃപരിശോധന നടത്തി അവിടെ വോട്ടർ പട്ടികയിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും മറ്റുമായി നുഴഞ്ഞു കയറിയ മുസ്ലിം വോട്ടർമാരെ പുറത്താക്കണം എന്നുമാണ് പ്രസ്താവന നടത്തുന്നത്. നമുക്കറിയാം, അസാമിൽ ന്യൂനപക്ഷ വോട്ടർമാർ ശക്തമായി തന്നെയുണ്ട്. 35%-ലധികമാണ് അവിടുത്തെ മുസ്ലിം ജനസംഖ്യ. അങ്ങനെ ഒരു സാഹചര്യം ഇരിക്കെ കോൺഗ്രസിൽ നിന്ന് ജയിച്ച് മുസ്ലിങ്ങളുടെ വോട്ടും വാങ്ങി ജയിച്ച് മന്ത്രിയായിരുന്ന ഹിമന്ത ബിശ്വ ശർമ്മ പതിയെ BJPയിലെത്തി അവിടുത്തെ RSSന്റെ നേതാവ് കൂടിയായിരുന്ന സർബാനന്ദ് സോനോവാളെ പുകച്ച് പുറത്തിയാടിച്ച് BJPയുടെ മുഴുവൻ അട്ടിമേർ അവകാശവും നേടിയെടുത്തിരിക്കുകയാണ്. എന്നിട്ട് തരുൺ ഗൊഗോയിയുടെ മകനെ വലിയ വായിൽ പുലഭ്യം പറഞ്ഞുകൊണ്ട് നടക്കലാണ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുഖ്യ പണി എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുന്നു. ഗൗരവ് ഗൊഗോയ് ലോക്സഭയിലെ പ്രതിപക്ഷ ഉപനേതാവാണ്. കൃത്യമായ വിശകലനം നടത്തുമ്പോൾ, അവിടുത്തെ സർവേ ഫലങ്ങൾ നോക്കുമ്പോൾ ഇനി ആസാമിൽ അധികാരം തിരിച്ചു പിടിക്കാൻ BJPക്ക് കഴിയില്ല എന്നത് വ്യക്തമാണ്. നമുക്കറിയാം, വോട്ടിംഗ് പെർസെന്റ് നോക്കുമ്പോൾ BJPയേക്കാൾ ഒരു പിടി മുന്നിട്ട് നിന്നതാണ് കോൺഗ്രസിന്റെ വോട്ടിങ്ങിന്റെ പെർസെന്റ് നോക്കുമ്പോൾ. അത് വല്ലാതെ അസ്വസ്ഥമാക്കുന്നത് ഹിമന്ത ബിശ്വാസിനെ തന്നെയാണ്. ജോർഹാട്ടിൽ നിന്നും ജയിച്ച ഗൊഗോയും അതുപോലെ ധൂബ്രിയിൽ നിന്ന് ജയിച്ച റാഖിബുൾ ഹുസൈനുമൊക്കെ ഇപ്പോൾ അദ്ദേഹത്തിന് തീരാ തലവേദനയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അസാമിൽ മാത്രമല്ല, തമിഴ്നാട്ടിലും കേരളത്തിലും കള്ളവോട്ടുകൾ ചേർക്കുകയും വലിയ തോതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സഹായത്തോടെ ടാപ്പറിംഗ് നടത്താനുമുള്ള ശ്രമകരമായ നീക്കങ്ങൾ നടത്തുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ ജയിച്ചതുൾപ്പെടെ പലയിടത്തെയും കള്ളക്കളികൾ കൈയോടെ വ്യക്തമാക്കിയിട്ടും BJP കിടന്ന് മെഴുകുകയാണ്.